നിങ്ങൾക്കൊക്കെ അറിയുന്ന ഒരു കാര്യമാണ് നമ്മൾ 9 മണി മുതൽ 12 മണി വരെ എന്താക്കുന്നുണ്ട്, ലൈവ് ഇടുന്നുണ്ട് എന്ന്. ആ ലൈവിൽ പ്രത്യേകിച്ച് കാര്യമൊന്നും ഇല്ല കേട്ടോ. അങ്ങനെയെല്ലാം കൂടി ഞാൻ വിചാരിച്ച് ലൈവൊക്കെ കഴിഞ്ഞല്ലേ, അങ്ങനെ 12 മണിക്ക് എന്താക്കാം, നമുക്കൊരു ചായ കുടിക്കാൻ വേണ്ടിയിട്ട് പുറത്തേക്ക് പോകാമെന്ന്. അങ്ങനെ പുറത്തേക്ക് പോകുന്ന നേരം കുറേ കാഴ്ചകൾ കണ്ടു കിട്ടോ. ഏകദേശം 12:30 ആ സമയം നേരം നമ്മൾ പുറത്തേക്ക് ഇറങ്ങിയത്. ഇറങ്ങി നോക്കുന്നേരം എൻ്റെ മക്കളെ നമ്മളെ ബസ് സ്റ്റോപ്പിലൊക്കെ കുറേ ആൾക്കാർ കിടക്കുകയൊക്കെ ചെയ്യുന്നുണ്ട്. കാരണം എനിക്ക് കണ്ടപ്പോൾ ഭയങ്കര സങ്കടമായി. കാരണം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഏതെങ്കിലും വണ്ടിയായിട്ട് ആ ബസ് സ്റ്റോപ്പ് കയറിയിട്ടുണ്ടെങ്കിൽ എൻ്റെ മക്കളെ ഇവരെ അവസ്ഥ ഒന്ന് ആലോചിച്ച് നോക്കി. കുറേ വണ്ടികൾ സൈഡാക്കി വെച്ചിട്ടുണ്ട്, കുറേ വണ്ടികൾ എന്താക്കുന്നുണ്ട്, പോയിക്കൊണ്ടേ നിൽക്കുന്നുണ്ട്. രാത്രി ഇങ്ങനെ പോകുന്ന സമയത്ത് പ്രത്യേക രസം തന്നെ കേട്ടോ. അങ്ങനെ ബൈക്കുമിൽ ഇങ്ങനെ പോയി ഒരു ചായ ഒക്കെ കുടിച്ച് കഴിഞ്ഞ് നോക്കുന്നേരം വീഡിയോ എടുക്കാൻ പറ്റിയില്ല. കാരണം എന്ന് വെച്ചുകൊണ്ട് ഞാൻ ഒറ്റക്കാണല്ലോ ചായ കുടിക്കാൻ വേണ്ടിയിട്ട് പോയത്. അതുകൊണ്ട് നമുക്ക് എന്താക്കാൻ പറ്റിയില്ല, ഒറ്റയ്ക്ക് വീഡിയോ എടുക്കാൻ ഒരു രസം തോന്നിയിട്ട് ഞാനിങ്ങനെ പറഞ്ഞുകൊണ്ട് നിൽക്കുക കേട്ടോ. അങ്ങനെയെല്ലാം കൂടി നമ്മളെ അടുത്തേക്ക് പോകാൻ വിചാരിച്ച് ചായ ഒക്കെ കുടിച്ച് കഴിഞ്ഞാൽ ഞാൻ വിചാരിച്ചു എന്നാൽ പിന്നെ നമുക്കൊന്ന് കൊയിലാണ്ടി വരെ പോയിട്ട് ഇങ്ങ് വരാമെന്ന്. അങ്ങനെ കൊയിലാണ്ടിയിലേക്ക് വണ്ടിയും കൊണ്ട് എടുത്ത് പോകല്ലേ. അങ്ങനെ ഞാൻ വിചാരിച്ചു കൊയിലാണ്ടിയിലേക്ക് പോയിട്ട് എന്താ പരിപാടി എന്ന് ഇങ്ങനെ ആലോചിക്കുന്നുണ്ട് കേട്ടോ. പോകുന്ന സമയത്ത് എൻ്റെ മക്കളെ നല്ല തണുപ്പുണ്ട്, നന്നായിട്ട് മഴ ഇങ്ങനെ പൊടിയുന്നുണ്ട്. പൊടിയാന്ന് വെച്ചാൽ ചാറുന്നുണ്ട്. അങ്ങനെ ആ ചാറലൊക്കെ കണ്ട് ഇങ്ങനെ പോകുന്നേരം ഞാൻ വേഗം എന്താക്കി, ഫോണ് കേസിലേക്ക് ആക്കി. എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നല്ല അടിപൊളി ഒരു ക്യാമറ ഉണ്ട് അതിനാടാ. ആ ക്യാമറ ഉണ്ടതിന് ശേഷം നമ്മൾ ഫോൺ നേരെ സൈഡിലാടാക്കി വെച്ചതിന് ശേഷം നേരെ നമ്മളെടുത്ത് കൊയിലാണ്ടി സ്റ്റാൻഡിലെത്തി. അങ്ങനെ നമ്മൾ കൊയിലാണ്ടി ബസ് സ്റ്റാൻഡിൽ എത്തിയിട്ടോ. അവിടെ എത്തി നോക്കുന്നതിന് ഒരു രക്ഷയില്ല കേട്ടോ. എന്താ ശാന്തത. ബസ് സ്റ്റാൻഡ് വരെ ഉറങ്ങാന്ന് പറയില്ല, അതേമാതിരി ഉറങ്ങിക്കൊണ്ടിരിക്കുക. ബസ്സെല്ലാം നോക്ക് ഇമാതിരി നിൽക്കുന്ന രാവിലെയോ ഇറ്റാളൊക്കെ പറക്കൽ കണ്ടാൽ പിന്നെ പെറ്റ തള്ള സൈക്കിളാന്ന് പറഞ്ഞതിന് കേട്ടാ. അത്രയും സ്പീഡിലല്ലേ പോവുക, എങ്ങോട്ടാ പോകേണ്ടതെന്ന് ചോദിച്ചിട്ടുള്ള പോക്കാനും വരെ പോവുക. അങ്ങനെ വില കണ്ടതിന് ശേഷം ഭയങ്കര സങ്കടമായി. ബസ്സും എല്ലാം ഉറങ്ങുന്നൊക്കെ കണ്ടില്ല. അങ്ങനെ ഞാൻ നേരെ ഒന്ന് ബാക്കോട്ടേക്ക് പോയതേനെ കേട്ടോ. അവിടെ പോയി നോക്കുന്ന ഒരു അടിപൊളി സ്പോട്ട് തന്നെ. എന്താ വെച്ചാൽ ഞാൻ ഫസ്റ്റ് ടൈം ആട്ടോ ഈ ഒരു സ്പോട്ട് കാണുന്നത്. അന്നേരം തന്നെ ഞാൻ വിചാരിച്ചു ഇങ്ങനെ ഒരു സ്പോട്ട് വന്നത് ആരും പറഞ്ഞിട്ടില്ലല്ലോ എന്ന്. അന്നേരം തന്നെ നമ്മുടെ കുത്തിന് റിനാഫിന് മെസ്സേജ്, റിനാഫ് പറഞ്ഞു പോയി കിടന്ന് ഉറങ്ങടാ എന്നുള്ളൊരു വർത്താനാണ് പറഞ്ഞത്. അങ്ങനെ ഇവിടെ വേറെ ആരും ഇല്ല കേട്ടോ, ഞാൻ മാത്രമേ ഉള്ളൂ. ബസ്സൊക്കെ കണ്ടില്ല, എത്ര അടിപൊളിയില്ല. സ്റ്റാൻഡിൽ ഇങ്ങനെ എടുത്തിട്ടിട്ട് അതൊക്കെ നല്ല ഭംഗിയുണ്ട് കേട്ടോ കാണാൻ. എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ രാവിലെ ആയാലും നിങ്ങൾക്ക് അറിയാലോ ഒച്ചയും ബഹളവും കാര്യങ്ങളൊക്കെ ആയിട്ട് ഭയങ്കര അവസ്ഥ തന്നെയാണ്. അങ്ങനെ ഞാനിങ്ങനെ കുത്തിരിഞ്ഞിങ്ങനെ നോക്കുന്ന സമയത്തും വീഡിയോ എടുത്തിട്ടോ. വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ നിങ്ങൾ ലൈക്കും കമൻറ്റും അടിക്കുക. പിന്നെ നമ്മളൊരു കമ്പനിക്കാരൻ വന്ന് നോക്കുന്നേരോ എന്നെ നോക്കി, ഞാൻ ഓനെ നോക്കി. ഞാൻ അങ്ങോട്ടും ഇങ്ങോട്ടും നോക്കുന്നേരോ ഞാൻ പിന്നെ ഫോണിൻ്റെ ഫ്ലാഷിങ് ഓണാക്കി നോക്കുന്നേരം മൂപ്പർ അവിടെ സ്റ്റാൻഡായി. ഫ്ലാഷ് ഓണാക്കിയൊരു മൂപ്പർക്ക് എന്തായി ഉഷാറായി കേട്ടോ. കാരണം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നല്ല അടിപൊളിയിൽ എൻ്റെ മുമ്പ് തന്നെ ഇങ്ങനെ ഇരിക്കുകയാണ്. ഞാൻ അന്നേരം എന്താ വെച്ചാൽ എല്ലാം പോകുന്നില്ലേന്ന്. അന്നേരം എന്നോട് പറഞ്ഞു വെച്ചിട്ടുണ്ടെങ്കിൽ എൻ്റെ ഭാഷ എനിക്ക് മനസ്സിലാകുന്നില്ലേന്ന് ചോദിച്ചു. ഞാൻ പറഞ്ഞില്ല, ഭാഷ ഒന്നും മനസ്സിലാകുന്നില്ല, നിങ്ങൾ വിട്ട വണ്ടി എന്നാണ്. അങ്ങനെ ചെവിയൊക്കെ ഇതാക്കുന്നുണ്ടപ്പം മൂപ്പറിങ്ങ് പോയിട്ടോ. ഞാൻ മൂപ്പറോട് വായും പറഞ്ഞിട്ട് പോയി. എന്താ വെച്ചാൽ മഴ പെയ്തിനി. അങ്ങനെ മഴ പെയ്ത് നല്ല അടിപൊളിയിലുള്ള പോക്കും പോയി വണ്ടി എടുത്തിട്ട് അപ്പം നമ്മൾ വീട്ടിലെത്തിക്കുക. അപ്പോൾ നിങ്ങളെ ചാനൽ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്കും കമൻറ്റും ഒക്കെ അടിക്കുക. നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം.